ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനക നമ്മുടെ ആ വേലക്കാരിയെ, ആ ഹോം നേഴ്സിനെ പരീക്ഷിക്കാൻ വേണ്ടി സ്വർണ്ണത്തിൻ്റെ ഒരു കമ്മലോടെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങ് പോകുന്നു. പാവ ചേച്ചി അതവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക, അത് അറിയുന്ന പോലുമില്ല. ഈ സമയത്ത് നയനയോട് ചെന്ന് വിവരം പറഞ്ഞു കനക, ഞാൻ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അവൾ നല്ലവളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അവൾ എടുക്കുകയോ ഇല്ലയോ എന്ന് അറിയാലോ എന്നൊക്കെ പറയുമ്പം, അയ്യോ അമ്മ എന്തൊക്കെയാണ് അമ്മയെ കാണിക്കുന്നതെന്ന് ചോദിച്ചു നയന. അമ്മയ്ക്ക് എന്താ വല്ല വട്ടുവാണോ? അതെടി എനിക്ക് ഒരിത്തിരി വട്ടുണ്ട്. എന്തേ? ഒരുത്തി അങ്ങനെ നമ്മളെ പറ്റിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പാടില്ലല്ലോ. ദാമുവേട്ടനെ അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്. കമ്പനിയിലെ ക്യാൻറ്റീനിലെ വിശ്വസ്തനായ കുക്കാണ് ദാമുവേട്ടൻ. അമ്മയ്ക്ക് അറിയാവോന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ അയാളെ പരീക്ഷിക്കാൻ ഇങ്ങോട്ടേക്ക് വരാത്തത്. പക്ഷേ അതുപോലെ അല്ല, ഇവളെ കണ്ടിട്ട് ഇവളാളത്ര ശരിയല്ലെന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ചേച്ചി അതിലേ വന്നു. ആ ചേച്ചി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിയല്ല, ഇത് കേട്ടു, ശരിയല്ലെങ്കിൽ ഞാനങ്ങ് പൊക്കോളാം മോളെ എന്ന് പറഞ്ഞോട്ട് ആ ചേച്ചി. അയ്യോ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കനക ചമ്മി നിൽക്കുക. അപ്പോഴേക്കും ഈ കമ്മലെടുത്ത് കനകയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിക്കുകയും ചെയ്തു. ദേ ഇതാ അടുക്കളയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുമ്പോൾ ആണോ എന്ന് കനക ഒന്നും അറിയാത്ത പോലെ ചോദിക്കാം. ചേച്ചി ഈ പഴയ സിനിമയിലെ ഏർപ്പാടൊന്നും എടുക്കരുത് കേട്ടോ എന്നാ ചേച്ചി അന്നേരം പറയുവാണേ. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് മനഃപൂർവ്വം അവിടെ ഇട്ടതാണെന്നുള്ളതെന്ന് ആ ചേച്ചി പറയുകയും ചെയ്തു. അപ്പം എനിക്ക് വല്ലാത്തൊരു ഇതുപോലെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ മോളെ, മൂർത്തി സാറിനെ എനിക്കറിയാം. അദ്ദേഹം എനിക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ ഒരുപാട് സഹായം ചെയ്ത കൂട്ടത്തിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അനന്തപുരിയിലെ പെൺകുട്ടിയെ നോക്കാനാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മൂർത്തി സാറിനോട് വിളിച്ച് ചോദിച്ചാൽ മതി, എന്നെപ്പറ്റി അദ്ദേഹം എന്താണ് അഭിപ്രായം പറയുക എന്നറിയാലോ എന്ന് പറയുമ്പം, മുത്തശ്ശനും ഞങ്ങളും തമ്മിൽ പിണക്കത്തിലാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പം, എത്ര പിണക്കത്തിലാണെങ്കിലും ശരി എന്നെക്കുറിച്ച് ചോദിച്ചാലേ കൃത്യമായിട്ട് സാറിന് അറിയാമല്ലോ എന്ന് ഈ ചേച്ചി പറയുക. അപ്പോൾ കനക ഇങ്ങനെ ആകെ നാറി വെളുത്ത് നിൽക്കുവാണ്. എൻ്റെ അപ്പനോടൊക്കെ വലിയ സ്നേഹമായിരുന്നു സാറിനെന്നൊക്കെ പറഞ്ഞ ചേച്ചി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുക. എന്തിനാ ചേച്ചി ഇങ്ങനെയുള്ള തരം താഴ്ന്ന പണിയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കനക നിന്നങ്ങോട്ട് വെട്ടി വേർക്കുക. സത്യത്തിലേ എനിക്ക് വലിയ വിഷമമായി പോയിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ US ദുബായിലും ഒക്കെ നിന്നിട്ടുള്ളതാണ്. അവിടെ ഒന്നും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ ചേച്ചി. ഞാൻ സത്യം പറഞ്ഞ അടുക്കളപ്പണി ചെയ്യാനും വീട് തൂക്കാനും ഒന്നും അല്ല വന്നത്. മോളെ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാ. പിന്നെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ആ ചേച്ചി പറയുകയും ചെയ്തു. അതിനിടയ്ക്ക് മോളുടെ അമ്മ വന്നിട്ട് ഇതുപോലുള്ള വേലത്തരങ്ങളൊക്കെ കാണിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പം അമ്മയോട് ഞാൻ പറഞ്ഞതാ ഇതൊന്നും ശരിയല്ല എന്നും പറഞ്ഞ നയനയിൽ നിന്ന് ഇങ്ങനെ കിടന്ന് ഉരുകുവാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്കും ഒരു ആത്മാഭിമാനമൊക്കെ ഉണ്ട് ചേച്ചി. ഇവിടെ ഞാൻ ജോലിക്കാരിയായിട്ടൊന്നും അല്ല വന്നത്, ഹോം നേഴ്സായിട്ടാണെന്ന കാര്യവും ചേച്ചി പറഞ്ഞ്. ഇന്നത്തെ കാലത്ത് ഞങ്ങളെപ്പോലുള്ളവരെ കിട്ടാനേ വലിയ പ്രയാസമാണ് കേട്ടോ എന്നും ആ ചേച്ചി പറഞ്ഞു. എവിടെ പോയാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബഹുമാനവും മര്യാദകളും ഒക്കെ കിട്ടാറുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നയന, അതെ ചേച്ചി അമ്മ പഴയ ആളല്ലേ ചേച്ചി, അതുകൊണ്ടൊരു തെറ്റ് പറ്റിപ്പോയതാ, ആൻറ്റി ഒന്ന് ക്ഷമിക്കാം ആൻറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇനി ഇതുപോലുള്ള പരീക്ഷണങ്ങളും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്ക് നയന, അമ്മയ്ക്ക് തൃപ്തിയായില്ലേന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. എനിക്ക് തൃപ്തിയായി, അതുപോലെ തന്നെ അവളെ വിശ്വാസമായെന്ന് കനക, അതുകൊണ്ടേ ഇനി ഞാനങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു. കൊള്ളാം, നാണം കെടുത്തിയിട്ട് അമ്മ അങ്ങ് പോകാമെന്നല്ലേ? അതിന് മോളോട് അവൾക്ക് നീരസവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെന്താ കുഴപ്പം? പിന്നെ മൂർത്തി സാറിനോട് കടപ്പാടുള്ളത് കൊണ്ടേ അവളങ്ങ് ഇട്ടേച്ച് പോകത്തൊന്നുമില്ല എന്ന് കനക നയനയോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇനി പ്രസവം കഴിയുന്നത് വരെ നിൽക്കേണ്ടവളല്ലേ, അതുകൊണ്ട് അവൾ കുഞ്ഞിനെയും നിന്നെയൊക്കെ നന്നായിട്ട് നോക്കുവോ എന്നറിയാൻ ഞാൻ ചെറിയൊരു ടെസ്റ്റ് ഡോസ് നടത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൽ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്തായാലും അടുത്ത നമ്പറുമായിട്ട് ഇറങ്ങണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഇനി ഞാൻ വഴിക്കില്ല, അത് പരാജയം എന്ന് ആരാ പറഞ്ഞേ? 1 വിജയമല്ലേ ആയത്. അവളെ 100% വിശ്വസിക്കാമെന്ന് തെളിഞ്ഞില്ലേ? അപ്പോൾ അവൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവളാണെന്ന് ഇനി ഏത് ഉറക്കത്തിലും അവളെ വിശ്വസിക്കാമെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അമ്മ ഈ കാണിക്കുന്ന തറ പരിപാടിയൊന്നും ശരിയല്ലെന്ന് ആൻറ്റി പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇനി അച്ഛൻ എന്തൊക്കെ പറയുമെന്ന് അറിയില്ല. ഈ വിവരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ അവിടെ ഇട്ട് ക്രോസ് വിസ്താരം തന്നെ നടത്തുമെന്ന് ഉറപ്പാണ്. എന്നാലും കുഴപ്പമില്ല, ഞാനേ അവളോട് ചെറുതായിട്ടൊരു മാപ്പ് പറഞ്ഞിട്ട് പോയേക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കനക അങ്ങ് പോവുക. അതും കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ട് ചെല്ലുന്നു. ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദേട്ടൻ അവിടെ നിൽപ്പുണ്ട്, കനക വരുന്നതും വെയിറ്റ് ചെയ്ത്. കനക കയറി ചെന്നപ്പം ഇവിടെ ഒരു പോലീസുണ്ട്, നമ്മുടെ മോളെ അവളുടെ ജോലി ഏറ്റെടുത്താണല്ലോ നീ ഇവിടുന്ന് പോയത്, എന്നിട്ട് എന്താ വെള്ളറിയ മുഖമായിട്ട് വരുന്നതെന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ ഞാനവിടെ എല്ലാം ശരിയാക്കിയിട്ടാ പോന്നെ ഗോവിന്ദേട്ടാ, അവളൊരു കുഴപ്പക്കാരിയേ അല്ല ഗോവിന്ദേട്ടാ, കുഴപ്പക്കാരിയാക്കാൻ നോക്കി പക്ഷെ നടന്നില്ലല്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞ് നിൽക്കും. അപ്പോൾ മോളെന്നെ വിളിച്ചായിരുന്നു, നടന്നതല്ല എന്നോട് പറയുകയും ചെയ്തു. എന്നിട്ട് പറയുകയും ചെയ്തു, ദേ ഇനി അടുത്തൊന്നും നിന്നെ അങ്ങോട്ടേക്ക് വിട്ടേക്കരുതെന്നും. അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്തൊരു പരീക്ഷണ കനകയെ നീ നടത്തിയത്, നിനക്കിത് എന്തിൻ്റെ കേടാ? നീ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുൻപ് എന്നോടൊന്ന് ചോദിച്ചിട്ട് വേണ്ടായിരുന്നോ ചെയ്യാനെന്ന് ചോദിച്ചു. പിന്നെ
ഇപ്പം നാണം കെട്ട് തിരിച്ചു പോരേണ്ടി വന്നില്ലേ, അതും മകളുടെയും മരുമകൻ്റെയും മുന്നിൽ നാണം കെട്ടില്ലേ. അതിലുപരി ആ നല്ല സ്ത്രീ നിന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണും, നീ എന്താ അതിനെപ്പറ്റി ചിന്തിക്കാത്തതെന്ന് ചോദിക്കുമ്പം അവൾ എന്ത് വിചാരിച്ചാലും ശരി, ഞാൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ചെയ്തത് എൻ്റെ ഗോവിന്ദേട്ടാ. സ്വന്തം തെറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും സമ്മതിച്ച് തരൂ എൻ്റെ കനക. ഇതൊക്കെ വളരെ മോശം കാര്യങ്ങളാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് നല്ലൊരു ഹോം നേഴ്സിനെ കിട്ടാനേ വലിയ പാടാ. അതുകൊണ്ട് പോകുമ്പോഴേ നിന്നെ ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. എന്നിട്ടാണ് അവിടെ പോയി പോലീസ് ചമഞ്ഞ് വലിയ ആളായത്. ഗോവിന്ദേട്ട, അവളുണ്ടാക്കുന്ന കറികളൊന്നും തീരെ കൊള്ളത്തില്ല ഗോവിന്ദേട്ട. ഈ സമയത്ത് എരിവ് ഉപ്പും പുളിയൊക്കെ കുറച്ച് വേണം പെൺകുട്ടികൾ കഴിക്കാനായിട്ട്. അതറിയാവുന്നവളാ അവിടെ നിൽക്കുന്ന ആ ഹോം നേഴ്സ്. അത് അതിൻ്റെതായ രീതിക്ക് ചെയ്യുന്നു. നീ അതിനകത്ത് പോയി തലയിടേണ്ട കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാം. പിന്നെ അവരവിടെ വന്ന് നിൽക്കുന്നത് തന്നെ അനന്തമൂർത്തി സാറിൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യ, അതായത് അനന്തപുരിയിലെ മരുമകളാണ് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ്. നീ ചെന്ന് എല്ലാം കുളവാക്കരുതെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദേട്ടൻ കനകയോട് പറയുക. ഇല്ല ഗോവിന്ദേട്ടാ, ഇനി ഞാൻ ആ വഴിക്കേ പോകത്തില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ലെന്നും പറഞ്ഞ് കനക ഗോവിന്ദേട്ടനോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ നേരം നമ്മുടെ ഗോവിന്ദേട്ടൻ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കിരണും അതുപോലെ ആദർശും ആ ഹായ്ക്കറുടെ അടുത്ത് ചെന്നു. എന്താണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ടാണ് നേരിട്ട് കാണണമെന്ന് പറഞ്ഞതെന്നും പറഞ്ഞ് അദ്ദേഹം ഇവരൊരു രണ്ടുപേരോടും പറയും കേട്ടോ. ഇതേ ഇന്ന് ശംഖുമുഖം വകെ ഒരു 10 കിലോ കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ടെന്നുള്ള കാര്യം പറയും. നിർണായക തെളിവാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്ലൈറ്റാണോ കപ്പൽ മാർഗമാണോ എന്നൊന്നും അറിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് അന്തം വിട്ട് നോക്കുവാട്ടെ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് നന്ദുവിന് കൈമാറണമെന്ന് പറഞ്ഞു ആദർശ. എൻ ജ്വല്ലറിയിലേക്ക് വരുന്ന സ്വർണ്ണമായിരിക്കും അതെന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത സ്റ്റാഫാണ് ഈ ഡ്രൈവർമാരെ കോൺടാക്ട് ചെയ്തിരിക്കുന്നതെന്നും ഒരുപാട് കോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം ഏത് സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു ആദർശം. അപ്പോൾ അങ്ങനെ ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. മിക്കവാറും ദുബായിൽ നിന്നാകാനാണ് സാധ്യതയെന്ന് പറയുമ്പോൾ ആദർശേ ഇത് കപ്പൽ മാർഗം വരാനായിരിക്കും സാധ്യത കൂടുതലെന്ന് കിരൺ പറഞ്ഞു. ഫ്ലൈറ്റിലാണെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കുമല്ലോ എന്നും പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് ഇത് പെട്ടെന്ന് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ അറിയിച്ച് തെളിവ് നശിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അതെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാലേ ചിലപ്പോൾ കസ്റ്റംസോ പോലീസുകാരോ ആണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ സ്വർണം കടത്തിയവർക്ക് അവരുമായി സ്വാധീനം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോഴേ ഇത് തേച്ചു മായ്ച്ച് കളയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞു ഇദ്ദേഹം. അതുകൊണ്ട് ഈ ഡ്രൈവറെ SI നന്ദു അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുക്കും. എന്തായാലും എൻ ജ്വല്ലറിയുടെ വൻ സ്വർണ്ണവേട്ടയാണ് നമ്മുടെ ആദർശ് പിടിച്ചിരിക്കുന്നത്. അതുപോലെ കിരണും ചേർന്ന് അങ്ങനെയെങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടാതിരിക്കത്തില്ലെന്നും പറഞ്ഞു. അങ്ങനെ ആ ഡ്യൂട്ടി നമ്മുടെ നന്ദുവിന് ഏറ്റെടുത്ത് ചെയ്യാനായിട്ടുള്ളൊരു അവസരം വന്നിരിക്കുക. അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഇപ്പോൾ ഉള്ളത് ഈ സ്വർണ്ണക്കടത്ത് രംഗത്താണെന്ന കാര്യമൊക്കെ ഇങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു കൊടുത്തു. കോടികളുടെ ബിസിനസ് ആയതുകൊണ്ട് സ്വർണ്ണമായിട്ട് പോകുന്ന ഒരാളെ പിടിക്കപ്പെടുമെന്ന് ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അയാളെ കൊന്നു കളയുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞു. അങ്ങനെ ഒരുപാട് മരണങ്ങൾ വർഷം തോറും ഇവിടെ നടക്കുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. സാറ് പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി കുഴപ്പം പിടിച്ച ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളതെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് സാറിനോട് ഞാൻ ഇത് നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞത്, നമ്മുടെ ഫോണിലൂടെ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കരുത് എന്നുള്ളതെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ ഫോണിലൂടെ ഇത് പറയാറില്ല എന്ന് കിരൺ പറഞ്ഞു ഇദ്ദേഹത്തിനോട്. പിന്നെ ഞങ്ങളൊരു അന്വേഷണത്തിലാണ് എന്നുള്ളൊരു തോന്നൽ എതിരാളികൾക്ക് ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ നമ്മൾ കരുതുന്നതിനേക്കാളും ബുദ്ധിയുള്ളവരെ ഈ പറയുന്നവരെ കേട്ട് അതൊക്കെ കിരൺ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം. എന്തായാലും സാറിനെ അവർ നിരീക്ഷിക്കുന്നുണ്ടാവും, വളരെയേറെ സൂക്ഷിക്കണമെന്നുള്ള കാര്യവും പറയുവാണ്. പിന്നെ നേരായ മാർഗത്തിൽ പോകുന്നവർ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായി മുന്നോട്ട് പോയേനെ. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. ബിസിനസ് പിടിച്ചെടുക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് മറുഭാഗത്തുള്ളതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ടാണ് അവർ പണിക്കൂലിയും സാധനങ്ങളും കുറയ്ക്കുന്നതും അതുപോലെ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും നടത്തും. അപ്പോൾ അവർക്ക് നഷ്ടവും കാര്യങ്ങളൊന്നും ഉണ്ടാവാനും പോകുന്നില്ല. ആദർശേ, നീ നോക്ക്, ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അവർ വളരെ നിസ്സാരമായിട്ട് തഴച്ചു വളരുമെന്ന് കിരൺ ആദർശനോട് പറഞ്ഞു കൊടുക്കുക. എടാ, അതെന്തായാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല എന്ന് ആദർശ നേരം കിരണിനോട് പറഞ്ഞു. ഞാൻ ഇപ്പം തന്നെ നന്ദുവിനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് വിശദമായി കാര്യങ്ങൾ പറയാമെന്നും പറഞ്ഞ് ആദർശ് വന്നു. പിന്നെ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശും കിരണും കൂടെ അവിടെ നിന്ന് ഓടി. ആ സമയത്ത് തൊട്ടടുത്ത നിമിഷം നമ്മുടെ നന്ദു ആ ഡ്രൈവറെ ഫോളോ ചെയ്യുവാണ്. അപ്പോൾ നന്ദുവിൻ്റെ ജീപ്പ് ഇയാളുടെ പിന്നാലെ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. ഇയാൾ അതിനനുസരിച്ചുള്ള സ്പീഡിലും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വണ്ടി കുറേ ദൂരം അങ്ങ് പോയി. കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. നന്ദുവും അതുപോലെ ബാക്കി പോലീസുകാരും കൂടെ ചേർന്ന് ആ ഒരു ചാക്ക് സ്വർണം എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്വർണം നമ്മുടെ നന്ദു കയ്യോടെ പൊക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്വർണം എവിടുന്ന വന്നതെന്ന് കൃത്യമായ ഒരു സംശയമുണ്ട്. എയർപോർട്ട് വഴി ഇതുപോലൊക്കെ കടത്തിക്കൊണ്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും കപ്പൽ വഴിയാകാനാണ് സാധ്യതയെന്നൊക്കെ നമ്മുടെ നന്ദു ഇരുന്ന് പറയുന്നു. അപ്പോഴേക്കും ബാക്കി പോലീസുകാർ വന്നു. മറ്റേ ആ ഡ്രൈവർ ഓടിച്ച പോലീസുകാർ, മാഡം അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു മാഡം എന്ന് പറഞ്ഞു. ഛേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക. പിടിക്കപ്പെട്ടാലേ അവൻ ഈ ജോലി ഏൽപ്പിച്ചവരെല്ലാം കുടുങ്ങുമെന്ന കാര്യം നന്ദു പറയുവാണ്.
അതുകൊണ്ട് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തു കാണും, പോലീസിൻ്റെ പിടിയിലാകുന്നതിന് മുന്നേ തന്നെ രക്ഷപ്പെടണമെന്നുള്ള കാര്യമൊന്നും പറഞ്ഞ് നമ്മുടെ നന്ദു വന്നിട്ട് ഈ സ്വർണ്ണമായിട്ട് സ്റ്റേഷനിലോട്ട് പോവുക. അതിനുശേഷം ഈ ഒരു വാർത്ത അത് നമ്മുടെ പത്രത്തിലും ടി വിയിലും ഒക്കെ വന്നു. അപ്പോൾ ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുക നാഗേന്ദ്രൻ്റെ മകളൊക്കെ. അപ്പോൾ ഇത് വല്ലാത്തൊരു തിരിച്ചടിയായിപ്പോയി അവർക്ക്. അപ്പോൾ ഈ ഡ്രൈവർ ഇറങ്ങി ഓടിയ കാര്യവും ഇതെല്ലാം പറയും കേട്ടോ. ദേ അവള് ശരിക്കും ഒരു ശല്യമാണല്ലോ അച്ഛാ നമുക്കെന്ന് പറഞ്ഞ് നാഗേന്ദ്രൻ ഇങ്ങനെ നാഗേന്ദ്രനോട് അവന്തിക പറയുമ്പോൾ ഇപ്പം ശരിക്കും ശല്യം അവളല്ല, ആ ഡ്രൈവറാണെന്ന കാര്യം നാഗേന്ദ്രൻ മകളോട് പറയുക. അവൻ പോലീസിൻ്റെ പിടിയിലായാൽ അത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും മോളെ എന്നും പറഞ്ഞ് പറയുമ്പം അയാളിപ്പോൾ പോലീസ് തിരക്കുന്നുണ്ടാവുമല്ലോ എന്ന് അവന്തിക. അതിനു മുന്നേ അവനെ നമ്മൾ പൊക്കണം മോളെ എന്ന് ഈ നാഗേന്ദ്രൻ പറയുക. അത് കഴിഞ്ഞു വേണം എനിക്ക് അവനെ ഒന്ന് കാണാനെന്നും ഒക്കെ പറയുമ്പം അച്ഛനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അറിയുമോ അച്ഛാന്ന് അവന്തികയ്ക്ക് ഒരു പേടി. അപ്പോൾ ഒരിക്കലും ഇല്ല മോളെ, ഒരിക്കലും അറിയില്ല, ഡേവിഡിനും മോൾക്കും അല്ലാതെ മറ്റാർക്കും ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് അറിയില്ല എന്ന കാര്യം പറയുവാണ് നാഗേന്ദ്രൻ. എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാലും ഡേവിഡിലേക്ക് അത് പോകത്തുള്ളൂ എന്നും നാഗേന്ദ്രൻ പറഞ്ഞു. അയാൾ എന്തായാലും എന്നെ ചതിക്കില്ലെന്ന് എനിക്കറിയാം. അല്ല, ഡേവിഡ് അങ്കിളിൻ്റെ ബിനാമിയാക്കിയാണ് അച്ഛൻ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അയാൾ എപ്പോഴെങ്കിലും നന്ദികേട് കാണിച്ചാലോ? ഇപ്പോൾ ഒരാളെ ബിനാമിയാക്കുമ്പോൾ അയാളെ പൂട്ടാനുള്ള എല്ലാ മാർഗങ്ങളും കണ്ടുവച്ചതിന് ശേഷം മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ മോളെ എന്ന് അച്ഛൻ പറയണം. അതുകൊണ്ട് ഡേവിഡ് എന്നെ ചീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല എന്നും അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതിനു മുൻപും ഇതുപോലെ പലയിടത്തേക്ക് നമ്മൾ കള്ളക്കടത്ത് സ്വർണ്ണം അയച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടാമത്തെ തവണയാണ് പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതെന്നും ഈ 2 തവണയും മോള് പറഞ്ഞതുപോലെ SI നന്ദനയാണ് നമുക്ക് തലവേദനയായി വന്നിരിക്കുന്നതെന്നൊക്കെ ഇയാൾ അവന്തികയോട് പറയണം. ഒരു കാര്യം എന്തായാലും എനിക്ക് ഉറപ്പാണ്, ആദർശും നയനയും വീട് വിട്ടു പോയതിനു ശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണം ശക്തമാണ് എന്നുള്ള കാര്യം. പിന്നെ അതുകൊണ്ടാണ് മുംബൈ പോലീസിന് നന്ദന ഇവിടെ നിന്ന് വിളിച്ച് ചില അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയതെന്നുള്ള കാര്യവും പറയുക. അതായത് ചേച്ചിക്കും ഭർത്താവിനും വേണ്ടി അവൾ എക്സ്ട്രാ പണി എടുക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുമ്പോൾ ആള് കുറച്ച് കുഴപ്പക്കാരി അച്ഛാ എന്ന് അവന്തിക പറയുമ്പോൾ പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഇത്രയും നാളും വെറുതെ വിട്ടതെന്ന് അച്ഛൻ മകളോട്. പക്ഷേ നമുക്ക് അവളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നതെങ്കിൽ അവൾ പിന്നെ ജീവിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും മോളെ എന്ന് നാഗേന്ദ്രൻ മകളോട് പറയുമ്പോൾ അതൊക്കെ കേട്ട് മകളും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന മുത്തശ്ശൻ്റെ അരികിലേക്ക് നന്ദു 10 കിലോ സ്വർണം പിടിച്ച് ആ ഒരു കാര്യം പറഞ്ഞ് മുത്തശ്ശി വരിക. അപ്പോൾ സ്വർണം മാത്രമല്ല, അതിനകത്ത് ഡയമണ്ടിൻ്റെ കളക്ഷൻസും ഉണ്ടായിരുന്നു എന്ന കാര്യം പറയാം മുത്തശ്ശൻ. നമ്മൾ ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വസുന്ധര എന്ന് മുത്തശ്ശൻ പറയുന്നേ. അപ്പോൾ ആദർശ്, നയന, നന്ദു അതുപോലെ കിരണും കല്യാണിയും അവർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ശക്തി തന്നെയാണെന്ന കാര്യം ഇങ്ങനെ പറയുക. അതുപോലെ തന്നെ ഈ കള്ളക്കടത്ത് സ്വർണ്ണം ഇവിടെ നിന്ന് വന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് പിടികൂടാനായിട്ട് കഴിഞ്ഞേക്കുമെന്നും മുത്തശ്ശൻ പറയണം. അപ്പോൾ എല്ലാ കള്ളന്മാരെയും പിടിച്ചിട്ട് നയനമോളെയും കൂട്ടി ആദർശമോൻ ഇങ്ങനെ വന്നേച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് മുത്തശ്ശി ഇരുന്ന് പറയണം മുത്തശ്ശനുമായിട്ട്. അപ്പോൾ അവനെ കാണാൻ ധൃതിയായല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഇപ്പം നമ്മുടെ കൊച്ചുമോനല്ല അവൻ്റെ ഭാര്യയെ കാണാനാണ് ഞാൻ കൂടുതൽ ധൃതി കൂട്ടുന്നതെന്ന കാര്യം മുത്തശ്ശി അന്നേരം മുത്തശ്ശനോട് പറഞ്ഞു. ദേവയാനി ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുമായിരുന്നു, 7-ാം മാസം വിളിച്ചുകൊണ്ട് പോയാലും മോളെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം, കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന്. അതേ ഒരവസ്ഥ തന്നെ എനിക്കും. അങ്ങനെയാണെങ്കിൽ പ്രസവത്തിൻ്റെ നാളുകളിൽ എനിക്കും ദേവയാനിക്കുവേ മോളെ നോക്കാനും പറ്റുമായിരുന്നല്ലോ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞപ്പം കൊച്ചുമക്കൾ അവരവ കുഞ്ഞായിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ വീട് ഉറങ്ങിയതുപോലെ എന്നൊക്കെ പറയാറില്ലേ, അത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമല്ലേ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് അവർ രണ്ടാളും വീട് വിട്ടു പോയപ്പോൾ വീട്ടിൽ ആരും ഇല്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുന്നതെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ആ തോന്നലപ്പോൾ ശരിക്കും ഉണ്ടല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പിന്നെ ഇല്ലാണ്ടിരിക്കോ? താൻ പറഞ്ഞതുപോലെ ബിസിനസ് കാര്യത്തിൽ കേരളത്തിനകത്തും പുറത്തൊക്കെ ഓടി നടന്നിട്ടെ അതിനേക്കാളും വേഗത്തിൽ വീട്ടിലേക്ക് ഓടി വരുന്നത് ഞാൻ എൻ്റെ കൊച്ചുമക്കളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് മുത്തശ്ശൻ പറയുക. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പഴയ കാര്യങ്ങളെല്ലാം പറയുന്നു. അതുപോലെ തന്നെ മുത്തശ്ശൻ ആദർശിനെ പറ്റി ഒരുപാട് വാദോരാതെ സംസാരിക്കുന്നേ. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ അതിൽ പിഴവ് പറ്റുന്നവരെ പുറത്താക്കുന്നത് കീഴ്വഴക്കമാണ്, നിയമമാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യം പറയുന്നു. പക്ഷേ എൻ്റെ കൊച്ചുമോനെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ ഇപ്പോഴും ഇങ്ങനെ ഈ ഒരു രീതിയിൽ പ്രൗഢിയോടുകൂടി ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ആദർശാന്ന് പറയുമ്പം അങ്ങനെയുള്ള ആദർശിൻ്റെ വലിപ്പം അറിയാവുന്നവനാണ് അവൻ്റെ അനിയൻ. അതുപോലെ തന്നെ ഇക്കാര്യത്തിലും എനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. അനി MD ആയതിൽ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്നും ആദർശം അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും മുത്തശ്ശിയോട് പറയാം. എങ്ങനെയെങ്കിലും ആദർശിരുന്ന അതേ ലെവലിലേക്ക് കമ്പനി എത്തിക്കാൻ എനിക്ക് കഴിയണം. അങ്ങനെ വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഈ അബിയും അനാമികയും കൂടെ കാണുക. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം കാണുക. ഞാൻ അനാമികയെ കാണുമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒരു സന്തോഷ വാർത്തയ്ക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. ഈ വരുന്ന 1-ാം തീയതി ഒരു നല്ല കാര്യം നടക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണുമുണ്ട് കൂട്ടത്തിൽ. എന്താണെന്ന് ചോദിച്ചു. എന്താ അബി കാര്യം?
അതോ ഇപ്പം മൂർത്തി ജ്വല്ലറി മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുന്ന ഒരു ജ്വല്ലറി ഉണ്ടല്ലോ, ആ AN ജ്വല്ലറി. ആ അതെ, അവരിവിടെ പുതിയൊരു ഷോറൂം തുടങ്ങുന്നുണ്ടെന്നും 1-ാം തീയതി തന്നെയാണ് തുടങ്ങാൻ പോകുന്നതെന്നും അന്ന് ഞാൻ ആ ബ്രാഞ്ചിൻ്റെ മാനേജറായിട്ട് ചാർജ് എടുക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും അനാമികയും അച്ഛനും ആയും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. മാനേജറായിട്ടോ? നീയോ? അതെന്താ, ഞെട്ടിയോ? പിന്നെ എന്നാൽ ഞാൻ പറഞ്ഞ 100% സത്യമാന്നേ. കുറേ നാൾ മൂർത്തി ജ്വല്ലറിയിൽ ജോലി ചെയ്ത ആളല്ലേ ഞാൻ. അതുമാത്രമല്ല, മൂർത്തിയുടെ കൊച്ചുമോൻ എന്നുള്ളൊരു പേരും എനിക്കുണ്ട്. അതൊക്കെ തന്നെയായിരിക്കും അവർ എന്നെ തന്നെ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണവും. പിന്നെ നവ്യയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അവളാണ് അവരുടെ മെയിൻ മോഡൽ. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അനാമിക. ആ വഴിയായിരിക്കും നീ ജോലി സംഘടിപ്പിച്ചതല്ലേ. അപ്പോൾ അതെനിക്ക് ഗുണം ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഗുണം ചെയ്തിട്ടുണ്ട്. അന്നേരം അബി, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതാണല്ലോ. ഏത് നിമിഷവും അനിയായിട്ട് ഡിവോഴ്സ് നടക്കും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഇവളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നീ മാനേജറാകുന്ന ജ്വല്ലറിയിൽ ഇവൾക്കും കൂടി ഒരു ജോലി സംഘടിപ്പിച്ച് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് വേണം ആ ജ്വല്ലറി കുളം തോണ്ടാൻ എന്ന് മനസ്സിൽ അബി പറയുക. അപ്പം ഞാൻ MBA ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ഗ്രാജുവേറ്റ് ആണെന്ന് അനാമിക. അപ്പോൾ അക്കൗണ്ട് സെക്ഷനിൽ ഒരു ജോലി കിട്ടിയാലും മതിയെന്നൊക്കെ അനാമിക അബിയോട് പറയുമ്പം അതെ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ. ഇപ്പോഴും നീയും അനിയും തമ്മിലുള്ള ഡിവോഴ്സ് ഒന്നും നടന്നിട്ടില്ല. നിയമപരമായിട്ട് നീ ഇപ്പോഴും അനിയുടെ ഭാര്യ തന്നെയാണ്. അവനാണെങ്കിലോ ഇപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ MD കൂടിയാണ്. ആദർശിൻ്റെ സ്ഥാനം ഇപ്പോൾ അവനാണ്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം എൻ്റെ അബി? നിങ്ങൾ ഗുണം ഉണ്ടാക്കിയെടുക്കണം എന്നും പറഞ്ഞ് അബി പറഞ്ഞു കൊടുക്കും ഇവർക്ക്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്ത് ഗുണം. ഇനിയിപ്പോൾ അഹങ്കാരം കാണിക്കാൻ, അധികാരം കാണിക്കാനൊന്നും പറ്റത്തില്ല. മറിച്ച് അനന്തപുരിയിൽ വന്ന് താഴ്മയായിട്ട് സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് ഇരിക്കുമെന്നൊക്കെ പറയുമ്പോൾ അബിയേട്ടൻ എന്തൊക്കെ ഈ പറയുന്നേ? ഞങ്ങളെ ഗേറ്റ് കടന്ന് വന്നാലേ ഞങ്ങളെ തല്ലി ഓടിക്കും അവിടെ ഉള്ളവർ. തല്ലുന്നെങ്കിൽ തല്ലട്ടെ എന്ന് വെക്കണം. പക്ഷെ കരഞ്ഞ് കാല് പിടിക്കുക വേണ്ടത്. തിരിച്ചു കയറ്റിയില്ലെങ്കിലും ബന്ധം പിരിയുമ്പോൾ എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടിയാലോ അത്ര ആയില്ലേ എന്ന് അബി ഇവരോട് ചോദിക്കുക. പിന്നെ ഇപ്പോഴത്തെ MDയുടെ ഭാര്യ എന്നുള്ള നിലയിൽ നീ ജീവനാംശവും ചോദിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ. അബി വഴി പറഞ്ഞു കൊടുക്കുക. മുത്തച്ഛൻ്റെ മനസ്സ് അലിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അങ്ങേര് തരുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും ഈ അബി പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞാലേ ചിലപ്പോൾ അത് കോടികളായിരിക്കും, അത് മറന്നു പോകരുതെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അത് ശരിയാ മോളെ എന്ന് വേണു. ഞാനും ഇടയ്ക്ക് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ മക്കളെ. പിന്നെന്താ, ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് കാല് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അനാമികയ്ക്ക് തിരിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് കയറാൻ പോലും പറ്റിയാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന രണ്ടെണ്ണത്തിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുക കേട്ടോ. ടാറ്റാ.